ഹായ് മക്കളെ, വെൽക്കം ടു JEE ഫിസിക്സ് കംപ്ലീറ്റ് കോഴ്സ് ഇൻ മലയാളം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആവറേജ് സ്പീഡ് ആൻഡ് ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഈ ഒരു ടോപ്പിക്കിൽ നിന്നും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള JEEയുടെ എല്ലാ ക്വസ്റ്റ്യൻസും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ഡയറക്റ്റ് ടു ദ ടോപ്പിക്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു ആവറേജ് സ്പീഡ് ആൻഡ് ആവറേജ് വെലോസിറ്റി. അപ്പോൾ ആദ്യത്തെ കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും രണ്ടും സെയിം ആണോ? നിങ്ങൾ പറയണം യെസ്, രണ്ടും സെയിം ആണ്. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. കണ്ടീഷൻ എന്താണ് സാർ? ബോഡി ഈസ് നോട്ട് ചേഞ്ചിങ് ഇറ്റ്സ് ഡയറക്ഷൻ. ബോഡി എന്ത് ചെയ്യുന്നില്ല, അതിൻ്റെ ഡയറക്ഷൻ മാറുന്നില്ലെങ്കിൽ, ബോഡി ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും രണ്ടും ഈക്വൽ ആയിരിക്കും. ക്ലിയർ? ഓക്കെ. ഇനി ആവറേജ് സ്പീഡിനെ നമ്മൾ ഈ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യും. ആവറേജ് വെലോസിറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, ശരി. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തത് എന്താണ് സാർ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഇതാണ് ഫോർമുല. ഇനി ആവറേജ് വെലോസിറ്റിക്കുള്ള ഫോർമുല ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഈ ഒരു ഫോർമുല മാത്രമേ ഉള്ളൂ. ഓക്കെ, ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക, ബോഡി ഡയറക്ഷൻ മാറുന്നില്ലെങ്കിൽ ഡിസ്റ്റൻസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും ഈ ഒരു കണ്ടീഷനിൽ സെയിം ആകുന്നത്. അതുകൂടെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ, എന്താണ് സാർ ഈ ആവറേജ് സ്പീഡ് ആവറേജ് വെലോസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതിൻ്റെ ഫിസിക്കൽ മീനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ വണ്ടി ഓടിച്ച് പോവുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാർ ഓടിച്ച് പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങളൊരു 100 km/h പോവും, ചിലപ്പോൾ നിങ്ങളൊരു 150 പോവും, അല്ലേ? ചിലപ്പോൾ നിങ്ങൾ 60 പോവും, 50 പോവും, ചിലപ്പോൾ 20 വരെ നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കും. എന്നിട്ട് കാസർഗോഡ് എത്തുമ്പോൾ ഒരാൾ ചോദിക്കുക എത്ര സ്പീഡിലാണ് വന്നത്? അപ്പോൾ നിങ്ങൾ എന്ത് പറയും? ഇടയ്ക്ക് 100 വന്നു, ഇടയ്ക്ക് 50 വന്നു, ഇടയ്ക്ക് 150 വന്നു, അങ്ങനെയൊക്കെ നിങ്ങൾ പറയുമോ? ഇല്ല. നിങ്ങൾ എന്ത് പറയാം? നിങ്ങളൊരു ഏകദേശ വാല്യൂ പറയും. ഏകദേശം ഒരു 70 km/h വന്നത്, പക്ഷെ നിങ്ങൾ 150 km വരെ പോയിട്ടുണ്ട്, അല്ലേ? സോ നമ്മളൊരു ഏകദേശ വാല്യൂ പറയില്ലേ? ആ ഏകദേശ വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് ആവറേജ് സ്പീഡ് ഓർ ആവറേജ് വെലോസിറ്റി. ഇത്രേ ഉള്ളൂ സംഭവം. ഇതിൻ്റെ ഫോർമുല എഴുതി വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫോർമുലയുടെ ബേസിൽ ഇതിൽ ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഇതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ശ്രദ്ധിക്കാം, ഒരു ബോഡി ഈ പോയിന്റിൽ നിന്നും V1 വെലോസിറ്റിയിൽ ഇവിടെ വരെ എത്തി. അതിനെടുത്ത സമയം T1. എന്നിട്ട് ഇവിടെ നിന്നും V2 വെലോസിറ്റിയിൽ ഇവിടെ വരെ എത്തി. അതിനെടുത്ത സമയം T2. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ് ആവറേജ് സ്പീഡ് എന്താണ്, ഓക്കെ, അല്ലെങ്കിൽ ആവറേജ് വെലോസിറ്റി എന്താണ്? ആദ്യം മനസ്സിലാക്കുക, ഈ ഒരു സിറ്റുവേഷനിൽ ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും ഈക്വൽ ആയിരിക്കും. കാരണം എന്താ? ബോഡി അങ്ങോട്ടേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുക, ഡയറക്ഷൻ മാറിയോ ഇല്ല. അതുകൊണ്ട് രണ്ടും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാം. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഓക്കെ, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഞാൻ പറയട്ടെ, ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ഞാൻ x1 എന്ന് എടുത്തു. ഡിസ്റ്റൻസ് എങ്ങനെയാണ് സാർ കണ്ടുപിടിക്കുക? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ഇൻറ്റു ടൈം. ഇവിടുത്തെ വെലോസിറ്റി എത്ര? V1. ആ സമയം T1. ഇതായിരിക്കും ഈ ഡിസ്റ്റൻസ്. ഇനി ഈ ഡിസ്റ്റൻസിനെ ഞാൻ x2 എന്ന് എടുക്കുകയാണ്. അതെങ്ങനെയാണ് സാർ കണ്ടുപിടിക്കുക? ഇവിടുത്തെ വെലോസിറ്റി V2 ഇൻറ്റു ഇവിടുത്തെ ടൈം T2. ശരിയല്ലേ?
അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എങ്ങനെയാണ് സാർ എഴുതുക? ടോട്ടൽ ഡിസ്റ്റൻസ് x1 + x2 എന്ന് എഴുതട്ടെ. x1 + x2. ടോട്ടൽ ടൈം എത്രയാണ് സാർ? ഇവിടെ t1, ഇവിടെ t2. സോ t1 + t2. ഇനി ഒരു ചെറിയൊരു കാര്യം, സാർ x1 x2 സാർ എഴുതിയതല്ലേ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ? ഇല്ല. ക്വസ്റ്റ്യനിൽ v1 t1 v2 t2. അപ്പോൾ ഇതിൻ്റെ ടൈംസിലേക്ക് ആൻസർ വേണ്ടേ? യെസ്. സോ നമുക്ക് എന്ത് എഴുതാം? x1 പകരം നമുക്ക് എന്ത് എഴുതാം? v1 t1. x1 പകരം v1 t1 പ്ലസ് x2 പകരം v2 t2 ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം t1 + t2. ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർമുല. ഇത്രയേ ഉള്ളൂ. ഓക്കെ. ഇനി ഞാനൊരു കണ്ടീഷൻ പറയാണ്. ഇഫ് t1 = t2, ഈ സമയത്തിനോട് ഈക്വൽ ആവാണ്. അതായത് ഇത് 5 സെക്കൻഡ്, ഇതും 5 സെക്കൻഡ്, രണ്ട് സമയം ഈക്വൽ ആവാണ്, രണ്ടും സെയിം ആവാണ്. അത് ഞാൻ ടി എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറയാം? ആവറേജ് സ്പീഡ് എന്നുള്ളത് v1 × t1 പകരം t എന്ന് എഴുതി പ്ലസ് v2t ഡിവൈഡഡ് ബൈ t + t 2t. കണ്ടോ? ഇവിടുന്ന് t കോമൺ ആയിട്ട് പുറത്തെടുക്കുമ്പോൾ t എന്താവും? ക്യാൻസൽ ആവും. സോ നമുക്ക് ഫൈനൽ ആൻസർ v1 + v2/2. ഓക്കെ. സോ ശ്രദ്ധിച്ചിരിക്കുക, ഇത് ആവറേജ് സ്പീഡാണ്. ഇത് എപ്പോഴും ഉപയോഗിക്കുക ടൈം ഇൻ്റർവെൽ സെയിം ആവുമ്പോഴാണ് ഈ ഫോർമുല ഉപയോഗിക്കുക. അതല്ലെങ്കിലോ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫോർമുല ഉപയോഗിക്കണം. ക്ലിയർ? ശ്രദ്ധിക്കണം. ഓക്കെ. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യമൊക്കെ JEE മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ. യെസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ JEE ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ശ്രദ്ധിക്കുക. ഇവിടെ നമ്മളോട് ഇതേപോലെ തന്നെയാണ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കുക. ഇവിടെ നിന്ന് ഇവിടെ വരെ x1 ഡിസ്റ്റൻസ് v1 വെലോസിറ്റിയിൽ പോയി. ഇവിടെ നിന്ന് ഇവിടെ വരെ x2 ഡിസ്റ്റൻസ് v2 വെലോസിറ്റിയിൽ പോയി. ഇപ്പോൾ നമുക്ക് ഡിസ്റ്റൻസും അവിടുത്തെ വെലോസിറ്റിയും, ഇവിടെ ഡിസ്റ്റൻസും വെലോസിറ്റിയാണ് തന്നിരിക്കുന്നത്, ടൈം തന്നിട്ടില്ല. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ആവറേജ് സ്പീഡ് എത്ര, അല്ലെങ്കിൽ ആവറേജ് വെലോസിറ്റി. സാർ ഈ കേസിൽ ആവറേജ് സ്പീഡ് ആവറേജ് വെലോസിറ്റി സെയിം ആണോ? സെയിം ആണ്. കാരണം എന്താ? അങ്ങോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക, ഡയറക്ഷൻ മാറിയിട്ടില്ല, അതുകൊണ്ട് രണ്ടും സെയിം ആണ്. ഓക്കെ. നമുക്ക് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാം. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സാർ കണ്ടുപിടിക്കുക? ഒരേ ഒരു ഫോർമുല, ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഓക്കെ. ശരി സാർ, ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര? ടോട്ടൽ ഡിസ്റ്റൻസ് x1 + x2. x1 + x2. ഓക്കെ. ടോട്ടൽ ടൈം ശ്രദ്ധിക്കാം. ഇവിടെ നിന്ന് ഇവിടെ വരെ എത്താനായിട്ടുള്ള ടൈം t1 ആണെന്ന് ഞാൻ എടുക്കുകയാണ്, വിചാരിക്കുക. ഈ ടൈം എങ്ങനെയാണ് സാർ കണ്ടുപിടിക്കുക? ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി, x1/v1. ഇനി ഇവിടെ നിന്ന് ഇവിടെ വരെ എത്താനായിട്ടുള്ള സമയം t2 എന്ന് എടുക്കുകയാണ്. ആ സമയം എങ്ങനെയാണ് സാർ എഴുതുക? ഇവിടുത്തെ ഡിസ്റ്റൻസ് x2 ഡിവൈഡഡ് ബൈ ഇവിടുത്തെ വെലോസിറ്റി v2. ക്ലിയർ? അപ്പോൾ ടോട്ടൽ ടൈമിന് എനിക്ക് എങ്ങനെ എഴുതാം? t1 + t2. t1 + t2. ഓക്കെ. സാർ t2 സാറ് കയ്യിൽ നിന്ന് എടുത്തതല്ലേ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ? ഇല്ല. സോ നമുക്ക് എന്ത് ചെയ്യണം? ക്വസ്റ്റ്യനിൽ തന്നത് v1 x1 v2 x2, അതിന് ടൈംസിലേക്ക് മാറ്റാൻ പറ്റുമല്ലോ. x1 + x2 മുകളിൽ താഴെ t1 പകരം എന്ത് എഴുതാം? x1/v1. t2 പകരം x2/v2 എന്ന് എഴുതാം. ഇങ്ങനെ എഴുതിക്കൂടെ? യെസ്. ഓക്കെ. നമുക്ക് ഇന്നൊന്ന് ക്രോസ് മൾട്ടിപ്പിൾ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു മുകളിൽ x1 + x2, താഴെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ x1v2 പ്ലസ് ഇവിടെ x2v1 ഡിവൈഡഡ് ബൈ താഴെ എന്തുള്ളത് v1 × v2 അല്ലേ. ഇതിനെ മുകളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതിനെ മാച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യണം? മുകളിലേക്ക് എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവിടെ ഒരു v1 v2 എന്ന് കിട്ടും. ക്ലിയർ? അങ്ങനെയല്ലേ കിട്ടുക? അപ്പോൾ ഇതാണ് ഈ ഒരു സിറ്റുവേഷനിലെ ആവറേജ് വെലോസിറ്റി. ഓക്കെ. ഇനി ഇതിൻ്റെ ഒരു സ്പെഷ്യൽ കണ്ടീഷൻ ഉണ്ട്. സാർ x1 = x2, ഈ രണ്ട് ദൂരങ്ങൾ സെയിം ആവുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? അത് നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്യാം. അത് JEEക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണ്. തേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്യാം കേട്ടോ, ശ്രദ്ധിക്കാം. ഓക്കെ. യെസ്. നമ്മളോട് ചോദിക്കുകയാണ്, തേർഡ് ചോദ്യം ഇങ്ങനെയാണ്. ഒരു ബോഡി എയിൽ നിന്നും ബി വരെ എത്ര ദൂരമുണ്ട്? x ദൂരമുണ്ട്. v1 വെലോസിറ്റിയിൽ പോയി, അങ്ങോട്ടേക്ക് പോയി. കണ്ടോ? അങ്ങോട്ടേക്ക് പോയി. എന്നിട്ട് എന്ത് ചെയ്തു? അതേ ദൂരം തന്നെ, അതേ x ദൂരം തന്നെ എന്ത് ചെയ്യുന്നു? തിരിച്ചു വരികയാണ്. ബിയിൽ നിന്നും എയിലേക്ക് തിരിച്ചു വരികയാണ്. പക്ഷെ വെലോസിറ്റി ഇപ്പോൾ എന്താ? v2 ആണ്. ക്ലിയർ? ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് v1 വെലോസിറ്റിയിൽ പോയി, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് v2 വെലോസിറ്റിയിൽ വന്നു. നമ്മളോട് ചോദിക്കുകയാണ് ആവറേജ് സ്പീഡ് എന്താണ്? അതിന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാർ, ഈ ഒരു സിറ്റുവേഷനിൽ ആവറേജ് സ്പീഡ് ആവറേജ് വെലോസിറ്റി ഈക്വൽ ആണോ? അല്ല സാർ. അതെന്താ?
ഇവിടെ ഡയറക്ഷൻ മാറി. ആദ്യം അങ്ങോട്ടേക്കാണ് പോയത്, അതിനുശേഷം തിരിച്ചിങ്ങോട്ടേക്ക് വരികയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആവറേജ് വെലോസിറ്റി എത്രയായിരിക്കും? സാർ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി തിരിച്ചിങ്ങോട്ടേക്ക് വന്നു. ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാ? 0. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ആവറേജ് വെലോസിറ്റി എത്രയാ? 0 ക്ലിയർ? ശരി, നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ആവറേജ് സ്പീഡിനെ കുറിച്ചാണ്. എങ്ങനെയാണ് സാർ കണ്ടുപിടിക്കുക ആവറേജ് സ്പീഡ്? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. സാർ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? അങ്ങോട്ടേക്ക് എക്സ്, തിരിച്ചിങ്ങോട്ടേക്ക് എക്സ്. ടോട്ടൽ എത്രയാ? 2x ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം എത്രയാണ് സാർ? ശ്രദ്ധിക്കാം, ഞാൻ അങ്ങോട്ടേക്ക് പോയ സമയം t1 എന്നെടുത്തു. അതെങ്ങനെയാണ് സാർ കണ്ടുപിടിക്കുക? അങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ പോയ വെലോസിറ്റി. ശരിയല്ലേ? ഇനി ഇങ്ങോട്ടേക്കുള്ള ടൈം t2 എന്നെടുത്തു. എങ്ങനെ കണ്ടുപിടിക്കും? ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് x ഡിവൈഡഡ് ബൈ വരുന്ന വെലോസിറ്റി v2. അപ്പോൾ ടോട്ടൽ ടൈം ഞാൻ ആദ്യം t1 + t2 എന്ന് എഴുതുകയാണ്. പക്ഷേ നമുക്ക് ടൈം തന്നിട്ടുണ്ടോ ക്വസ്റ്റ്യനിൽ? ഇല്ല, കയ്യിൽ നിന്ന് എഴുതിയതല്ലേ. ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത് v1 v2 അല്ലേ, പിന്നെ x. സോ അതിൻ്റെ ടൈംസിലേക്ക് മാറ്റുമ്പോൾ മുകളിൽ 2x ഉണ്ട്, ഡിവൈഡഡ് ബൈ t1 പകരം എന്ത് എഴുതണം? t1 പകരം x ബൈ v1 അല്ലേ. ഇനി പ്ലസ് t2 പകരം x ബൈ v2. ഓക്കെ, അപ്പോൾ x രണ്ടിലും കോമൺ ആണ്. പുറത്തെടുക്കുമ്പോൾ ഈ എക്സുമായിട്ട് മുകളിലെ എക്സുമായിട്ട് ക്യാൻസൽ ആയി പോവും. ബാക്കി എന്തുള്ളത്? 2 ഡിവൈഡഡ് ബൈ 1 ബൈ v1 പ്ലസ് 1 ബൈ v2. ഇത് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ എങ്ങനെ കിട്ടും? 2 പറ. ഇവിടെ v2 പ്ലസ് v1 അല്ലേ, താഴെ v1 v2, അത് മുകളിലേക്ക് എഴുതുമ്പോൾ ഇവിടെ വരും അല്ലേ. സോ ഇതാണ് സാർ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല. എപ്പോഴാ? ഒരേ ഡിസ്റ്റൻസ് ഡിഫറെൻറ്റ് വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുമ്പോൾ. കണ്ടോ, അങ്ങോട്ടേക്ക് x v1 ട്രാവൽ ചെയ്തു, അതേ x ഇങ്ങോട്ടേക്ക് v2 ട്രാവൽ ചെയ്തു. അപ്പോൾ ഇതാണ് ഫോർമുല. ക്ലിയർ? ഓക്കെ, ശരി. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അടുത്ത ചോദ്യത്തിലേക്ക് പോകട്ടോ. 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശ്രദ്ധിക്കാം. നാലാമത്തെ ക്വസ്റ്റ്യനും നമ്മളോട് മുൻ വർഷത്തിൽ ചോദിച്ചൊരു ചോദ്യമാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഒരു ബോഡി ഇവിടെ നിന്ന് ഇവിടെ വരെ, അതായത് x ഡിസ്റ്റൻസ് u വെലോസിറ്റിയിൽ പോയി, അതിനുശേഷം വീണ്ടും അതേ ദൂരം തന്നെ, അതേ x ഡിസ്റ്റൻസ് v വെലോസിറ്റിയിൽ പോയി, അതിനുശേഷം അതേ x ദൂരം തന്നെ, സെയിം ദൂരം തന്നെ uv w വെലോസിറ്റിയിൽ പോയി. അങ്ങനെയെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ ആവറേജ് സ്പീഡ് എത്ര? ആദ്യം ചോദിക്കട്ടെ, ഈ സിറ്റുവേഷനിലെ ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും ഈക്വൽ ആണോ? യെസ്. കാരണം എന്താ? അങ്ങോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക, ഡയറക്ഷൻ മാറിയിട്ടില്ല, അതുകൊണ്ട് രണ്ടും സെയിം ആണ്. ഓക്കെ, നമുക്ക് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് സാർ? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഓക്കെ, ശരി. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാ? എക്സ് 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 3x ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം എങ്ങനെയാണ് സാർ കണ്ടുപിടിക്കുക? ശ്രദ്ധിക്കാം, ഞാൻ ആദ്യം ഇങ്ങനെ എഴുതുകയാണ്. ഇവിടെ നിന്ന് ഇവിടെ വരെ പോകാനായിട്ട് എടുത്ത സമയം t1 ആണെന്ന് വിചാരിക്കുക. t1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടുത്തെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഡിസ്റ്റൻസ് ബൈ ഇവിടുത്തെ വെലോസിറ്റി x/u. ഇനി ഇവിടെ എടുത്ത സമയം t2 ആണെന്ന് വിചാരിക്കുക. അതെങ്ങനെ കണ്ടുപിടിക്കുക? ഈ ഡിസ്റ്റൻസ് ബൈ അവിടെ പോയ വെലോസിറ്റി v. ഇനി ഇവിടെ എടുത്ത സമയം t3 ആണെന്ന് വിചാരിക്കുക. അത് x/w അല്ലേ. അപ്പോൾ ടോട്ടൽ ടൈം ഞാൻ തൽക്കാലം t1 പ്ലസ് t2 പ്ലസ് t3 എന്ന് എഴുതി. ശരിയല്ലേ? ഓക്കെ, ഇനി ഇവിടെ t1 t2 t3 ക്വസ്റ്റ്യനിലുണ്ടോ? ഇല്ല. ആകെ ux vx wx ഇത് മാത്രമല്ലേ ഉള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ സബ്സ്റ്റിറ്റ്യൂഷൻ അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കാം. t1 പകരം x/u, t2 പകരം x/v, t3 പകരം x/w. ഓക്കെ, x എല്ലാത്തിലും കോമൺ ആണ്, പുറത്തെടുക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കടാ? മുകളിലെ x ആയിട്ട് ക്യാൻസൽ ആവും അല്ലേ. ശരി, താഴെ എന്തുള്ളത്? 3/1/u പ്ലസ് 1/v പ്ലസ് 1/w അല്ലേ. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയി. പക്ഷെ ചിലവർക്ക് ഇത് LCM കണ്ട് സോൾവ് ചെയ്യാനായിട്ട് അറിയില്ല. അതുകൊണ്ട് എങ്ങനെ ഞാൻ സോൾവ് ചെയ്യാമെന്ന് പറയാണ്. ഇത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല സാർ. കാരണം എന്താ? ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആണ്. സോ അതിൻ്റെ LCM കണ്ടുപിടിച്ചിട്ടൊരു പരിപാടി ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ LCM എന്തായിരിക്കും? ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, UVW, അതായിരിക്കും LCM. അപ്പോൾ ഇവിടെ LCM എന്ന് പറയുന്നത് എന്തായിരിക്കും? UVW. ശരി, LCM കിട്ടി. ഇനി ഇതെങ്ങനെയാണ് സാർ ചെയ്യുക? ഈ LCMനെ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം
യു കൊണ്ട് ഡിവൈഡ് ചെയ്യുക. LCMനെ യു കൊണ്ട് ഡിവൈഡ് ചെയ്യുക. LCMനെ യു കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? VW അല്ലേ? VW എന്ന് കിട്ടില്ലേ? ആ VW കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഞാൻ എഴുതാണ് 3 മുകളിലും താഴെയും VW കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? VW താഴെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? U × VW എന്ന് പറയുമ്പോൾ UVW എന്ന് കിട്ടും. ശരിയല്ലേ? ഓക്കെ. അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ LCMനെ V കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്താ കിട്ടുക? UW എന്ന് കിട്ടും അല്ലേ? ആ UW കൊണ്ട് ഇതിന് മുകളിലും താഴത്തും മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ. അപ്പോൾ മുകളിൽ എന്ത് കിട്ടും? UW താഴെ UW × V എന്ന് പറയുമ്പോൾ വീണ്ടും UVW. ഓക്കെ. അടുത്തത് എന്താ? അടുത്തത് LCMനെ W കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്താ കിട്ടുക? W കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ UV എന്ന് കിട്ടും അല്ലേ? ആ UV കൊണ്ട് ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താ കിട്ടുക? ഇവിടെ UV താഴെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ UV × W അല്ലേ? UVW എന്ന് കിട്ടും. കണ്ടോ സാർ? ഇതൊരു മാജിക്. ഇവിടെ എന്താ നടന്നത്? ശ്രദ്ധിക്കാം. ഇവിടെ എന്ത് സംഭവിച്ചു? ഡിനോമിനേറ്റർ എന്തായി? എല്ലാത്തിനും കോമൺ ആയില്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ന്യൂമറേറ്ററിനെ ആഡ് ചെയ്ത് കോമൺ ഡിനോമിനേറ്റർ ഇടാം. സോ ദിസ് ഈസ് ഈക്വൽ ടു 3 ഡിവൈഡഡ് ബൈ VW പ്ലസ് UW പ്ലസ് UV എന്ന് കിട്ടി. ഇങ്ങനെ കിട്ടില്ലേ? അപ്പോൾ ഇതിന് കോമൺ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? UVW ഡിനോമിനേറ്റർ ഇടാം. ഓക്കെ. ഇതിനെ നമുക്ക് മുകളിലേക്ക് എഴുതുമ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. 3 × UVW ഡിവൈഡഡ് ബൈ താഴെ എന്തുള്ളത്? VW പ്ലസ് UW പ്ലസ് UV എന്ന് കിട്ടി. ഓക്കെ. സോ ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ. ക്ലിയർ? ഓക്കെ. നൗ വി ഷാൽ ഗോ ഫോർ ദ 5th ക്വസ്റ്റ്യൻ. നമുക്ക് എന്ത് ചെയ്യണം? 5ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ശ്രദ്ധിക്കാം. നമ്മുടെ 5ാമത്തെ ചോദ്യവും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ജെയുടെ ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കാം. ഓക്കെ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 5th ക്വസ്റ്റ്യൻ ജെയുടെ ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കാം. A body covers half the distance with speed u. ഒരു ബോഡി ഒരു ഡിസ്റ്റൻസിന്റെ പകുതി ദൂരം u വെലോസിറ്റിയിൽ പോയി. ഓക്കെ. ആൻഡ് ദ നെക്സ്റ്റ് ഹാഫ് with speed v for the first half time and with speed w for the second half ടൈം. ഓക്കെ. ശ്രദ്ധിക്കാം. ഇവിടെ നമ്മളാണ് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോഡി ഇവിടെ നിന്ന് പോവാണ്. ഓക്കെ. അപ്പോൾ ആകെയുള്ള ദൂരം ഇവിടെ നിന്ന് ഇവിടെ വരെ എത്തിയെന്ന് വിചാരിക്കും. ആകെയുള്ള ദൂരം 10 ആണെങ്കിൽ അതിൻ്റെ പകുതി ദൂരം, അതായത് 5, ഇവിടെ 5 ഇവിടെ 5 അല്ലേ? അപ്പോൾ പകുതി എന്ന് പറയുമ്പോൾ ഈ x ദൂരം ആൾ എന്ത് ചെയ്യുന്നു? എ ബോഡി കവേഴ്സ് ഹാഫ് ദ ഡിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു? u വെലോസിറ്റിയിൽ പോയി. ഓക്കെ. അതിനുശേഷം എന്തുണ്ട്? ഇവിടെ ഒരു ഹാഫ് ദൂരം ഉണ്ട് അല്ലേ? ഇവിടെ ഒരു ഹാഫ് ദൂരം ഉണ്ട്. ഈ ഹാഫ് ദൂരം പോവാനായിട്ട് എടുത്ത സമയം അത് 10 സെക്കൻഡാന്ന് വിചാരിക്കും. ആ സമയത്തിൻ്റെ പകുതി സമയം, അതായത് 5 സെക്കൻഡ് ആൾ എന്ത് ചെയ്തു? 5 സെക്കൻഡ് എന്ത് ചെയ്തു? ആള് v വെലോസിറ്റിയിൽ പോയി. പിന്നെ അടുത്ത 5 സെക്കൻഡ് എന്ത് ചെയ്തു? ആള് w വെലോസിറ്റിയിൽ പോയി. ഇതാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയി? ഓക്കെ. ആദ്യത്തെ ഹാഫ് ദൂരം u വെലോസിറ്റിയിൽ പോയി. ഇനി അടുത്ത ഹാഫ് ദൂരം ട്രാവൽ ചെയ്യാൻ എടുത്ത സമയമില്ലേ, ആ സമയത്തിൻ്റെ പകുതി ആളെന്ത് ചെയ്തു? v വെലോസിറ്റിയിൽ പോയി. അടുത്ത പകുതി എന്ത് ചെയ്തു? w വെലോസിറ്റിയിൽ പോയി. പറഞ്ഞ് മനസ്സിലായി? അടുത്ത ദൂരത്തിനെടുത്ത സമയം അത് 10 സെക്കൻഡ് ആണെങ്കിൽ അതിൻ്റെ പകുതി സമയം എത്രയാ? 5 സെക്കൻഡ് v വെലോസിറ്റിയിൽ പോയി. അടുത്ത 5 സെക്കൻഡ് എന്ത് ചെയ്തു? w വെലോസിറ്റിയിൽ പോയി. ക്ലിയർ? ഓക്കെ. സോ നമുക്ക് എന്ത് ചെയ്യണം? ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കണം. ആവറേജ് സ്പീഡ്. സാർ ഇവിടെ ആവറേജ് സ്പീഡ് ആവറേജ് വെലോസിറ്റി സെയിം ആണോ? സെയിം ആണ്. കാരണം ഡയറക്ഷൻ മാറിയിട്ടില്ല. യെസ് ഓർ നോ? യെസ്. അപ്പോൾ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ് സാർ? ആവറേജ് സ്പീഡ്
ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഓക്കെ, ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാ? ഇവിടെ എക്സ് അല്ലേ? ടോട്ടൽ ഡിസ്റ്റൻസ് 2x ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം എത്രയാ? ശ്രദ്ധിക്കാം, ഇവിടെ എടുത്ത ടൈം എത്രയായിരിക്കും? ഈ സമയത്തിന് ഞാൻ t1 എന്ന് എഴുതി. ഈ സമയം എത്രയായിരിക്കും? സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. ഇവിടുത്തെ ഡിസ്റ്റൻസ് എക്സ്, വെലോസിറ്റി u അല്ലേ? അപ്പോൾ ഈ സമയം ഞാൻ t1 ആയിട്ട് എടുത്തു. യെസ്. ഇവിടുത്തെ സമയം എത്രയാ? t+t 2t അല്ലേ? യെസ്. ഇനി ഇങ്ങോട്ട് ശ്രദ്ധിക്കുക അല്ലേ? ഇതല്ലേ ടോട്ടൽ ഡിസ്റ്റൻസ് 2x, ടോട്ടൽ ടൈം ഇവിടെ t1 ടൈം എടുത്തു, ഇവിടെ t+t 2t. ക്ലിയർ? ശരി. ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ നമുക്ക് വെലോസിറ്റികൾ മാത്രമേ തന്നിട്ടുള്ളത് അല്ലേ? ഇവിടുത്തെ വെലോസിറ്റി u, ഇവിടെ v, ഇവിടെ w. എക്സ് തന്നിട്ടുണ്ടോ? ഇല്ല. t തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് ഫൈനൽ ഇക്വേഷൻ വെലോസിറ്റിയുടെ ടേംസിലാണ് വേണ്ടത്. ഓക്കെ, ശരി. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നോക്കാം. ശ്രദ്ധിക്കാം, ഇവിടെ നമ്മൾ 2x എന്ന് എഴുതി ഡിവൈഡഡ് ബൈ t1 പകരം എന്ത് എഴുതാം? t1 വരെ എനിക്ക് x/u എന്ന് എഴുതാം. x/u. അത് മനസ്സിലായി? ഇനി പ്ലസ്. ഇനി ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഇവിടെ എത്ര ദൂരം ട്രാവൽ ചെയ്തു? എക്സ് ദൂരം ട്രാവൽ ചെയ്തു അല്ലേ? ഈ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ദൂരം പ്ലസ് ഈ ദൂരമായിരിക്കും അല്ലേ? ഈ ദൂരം എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടുത്തെ വെലോസിറ്റി ഇൻറ്റു ഇവിടുത്തെ ടൈം vt അല്ലേ? ഇനി ഈ ദൂരം എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടുത്തെ വെലോസിറ്റി ഇൻറ്റു ഇവിടുത്തെ ടൈം പ്ലസ് wt. അപ്പോൾ ഇതായിരിക്കും എന്ത്? ടോട്ടൽ ദൂരം എന്ന് പറയുന്നത്. യെസ് ഓർ നോ? യെസ്. നമുക്കിതിൽ നിന്ന് ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ നമുക്ക് ടീനെ പുറത്തെടുത്തു, അകത്തുന്നുണ്ട്. ടീനെ പുറത്തെടുത്തു കഴിഞ്ഞാൽ അകത്ത് v+w. ഇതിൽ നിന്ന് ടി എന്തായിരിക്കും? ഇതിൽ നിന്നും ടി എന്ന് പറയുന്നത് x/v+w. ശരിയല്ലേ? ആ ടിയുടെ വാല്യൂ നമ്മളവിടെ ഇട്ട് കൊടുക്കുകയാണ്, x/v+w. ഓക്കെ, ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എക്സ് കോമൺ അല്ലേ? എക്സിനെ പുറത്തെടുക്കുക, മുകളിലൊരു എക്സ് ഉണ്ട്, അപ്പോൾ പുറത്തെടുത്ത് എക്സ് പോവും. ബാക്കി എന്താ ഉള്ളത്? ബാക്കിയുള്ളത് 2 ഡിവൈഡഡ് ബൈ 1/u പ്ലസ് 1/vw. ഓക്കെ, ഇത് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഫൈനൽ ആൻസർ കിട്ടും. ഓക്കെ, ചുമ്മാ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ആവറേജ് സ്പീഡ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ ഇവിടെ vw പ്ലസ് u ഡിവൈഡഡ് ബൈ uvw. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മുകളിലേക്ക് എഴുതാം. ഓക്കെ, uvw ഇതായിരിക്കും നിങ്ങളുടെ ആവറേജ് സ്പീഡ് അല്ലേ? തന്നിരിക്കുന്നത് വെലോസിറ്റി ആണ്, uvw വെലോസിറ്റികൾ മാത്രം. അതിൻ്റെ ടൈംസിൽ നമുക്ക് ഇക്വേഷൻ കിട്ടിയില്ലേ? യെസ്. അപ്പോൾ യെസ്, ഇത് മുൻപ് ജയിക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നടാ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ് കേട്ടോ. ഒരു 6th ക്വസ്റ്റ്യൻ, 6ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ശ്രദ്ധിക്കാം. ആറാമത്തെ ചോദ്യം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഒരു കോൺസെപ്റ്റ് അറിയേണ്ടതായിട്ടുണ്ട്. ശ്രദ്ധിക്കുക. 6ാമത്തെ ചോദ്യം. ക്വസ്റ്റ്യൻ ഇതാണ്. ഞാൻ ഒറ്റ ക്വസ്റ്റ്യനിൽ തന്നെ 2-3 കാര്യങ്ങൾ പറയാണ്. ശ്രദ്ധിക്കാം. ഇങ്ങനത്തെ ഒരു സർക്കുലാർ പാത്തിലൂടെ ഒരു ബോഡി ട്രാവൽ ചെയ്യാണ്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. t=0 ആയപ്പോൾ ഇവിടെ എത്തിയപ്പോൾ t= എത്രയായി? ആകെയുള്ള സമയത്തിൻ്റെ 1/4 ഭാഗമായി. ഇവിടെ എത്തിയപ്പോൾ ടൈം എന്ന് പറയുന്നത് ആകെയുള്ള സമയത്തിൻ്റെ 3/4 ഭാഗമായി. ഇവിടെ എത്തിയപ്പോൾ ഇവിടെ എത്രയാണ്? പകുതിയല്ല ആവുക, ആകെയുള്ള സമയത്തിൻ്റെ പകുതിയായി. ഇവിടെ എത്തിയപ്പോൾ ടി എന്ന് പറയുന്നത് ആകെയുള്ള സമയത്തിൻ്റെ 3/4 ഭാഗമായി. ശരിയല്ലേ? ഇനിയിപ്പോൾ ഇവിടെ എത്തുമ്പോൾ എന്തായി? ടൈം എന്ന് പറയുന്നത് ടിയോട് ഈക്വൽ ആണ്. ക്ലിയർ? ഓക്കെ. ഇനി ഇതിൻ്റെ ഈ സർക്കുലാർ പാത്തിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക? 6 ആയിട്ട് എടുക്കുക. ഓക്കെ. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓരോ സിറ്റുവേഷനിലും ആദ്യം t=0 മുതൽ ടൈം എന്ന് പറയുന്നത് 0 മുതൽ t/4 വരെ ആയില്ലേ? ഈ ഒരു കേസിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കണം, അതുപോലെ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കണം. ഓക്കെ, ഇതാണ് പരിപാടി. അതിനുശേഷം വീണ്ടും അടുത്ത ഇൻ്റർവെല്ലിൽ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ എന്താണ് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തൊരു കാര്യം നിങ്ങൾക്ക് അറിയണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോഡി സർക്കുലാർ പാത്തിലൂടെ പോകുമ്പോൾ, സർക്കുലർ ആർക്കിലൂടെ പോകുമ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് r θ നിങ്ങൾ റേഡിയനിൽ ഇട്ട് കൊടുക്കണം. ഓക്കെ, അതുപോലെ സർക്കുലാർ പാത്തിലൂടെ പോകുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല ഇതായിരുന്നു 2r sin θ/2. ഓക്കെ, ഈ ഫോർമുല നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇത് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം.
അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ വരെ എത്തി ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കണം. ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? റേഡിയസ് ആറാണ്. ആർ ഇൻറ്റു തീറ്റ. ഈ ആംഗിൾ എത്രയായിരിക്കും റേഡിയനിൽ? ഈ ആംഗിൾ റേഡിയനിൽ എത്രയായിരിക്കണം? ആംഗിൾ എത്രയായിരിക്കും? π/4 ആയിരിക്കും അല്ലേ? ദിസ് ഈസ് π/4. സോ ആർ ഇൻറ്റു π/4 ഇതാണ് ഡിസ്റ്റൻസ്, ശരിയല്ലേ? സോ ഡിവൈഡഡ് ബൈ ടൈം എത്രയാ? t/4. അപ്പോൾ ഇതാണ് നമ്മുടെ ആവറേജ് സ്പീഡ്. ഇനി ഇവിടെ നിന്ന് ഇവിടെ വരെ എത്തിയപ്പോൾ ആവറേജ് വെലോസിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആവറേജ് വെലോസിറ്റി ശ്രദ്ധിക്കുക, ഇവിടെ ആവറേജ് സ്പീഡ് ആവറേജ് വെലോസിറ്റി സെയിം ആണോ? അല്ല സാർ. കാരണം എന്താ? ഡയറക്ഷൻ മാറുന്നുണ്ട് അല്ലേ? സർക്കുലർ മോഷനിൽ ഓരോ പോയിന്റിൽ വെച്ചും ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ രണ്ടും സെയിം അല്ല. അപ്പോൾ ഇവിടെ ആവറേജ് വെലോസിറ്റി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം. ഇവിടെ നിന്ന് ഇവിടെ വരെ എത്തി. അപ്പോൾ ഇതാണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ്. ഇത് ഇനീഷ്യൽ പോയിന്റ്, ഫൈനൽ പോയിന്റ്. ഇതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ്. എങ്ങനെ കണ്ടുപിടിക്കുക? ആ ഫോർമുല ഉപയോഗിച്ചിട്ട്. എങ്ങനെയാടാ? 2 × r × സൈൻ ഓഫ്, ഇവിടെ തീറ്റയുടെ വാല്യൂ എത്ര? ഇവിടെ നിന്ന് ഇവിടെ വരെ എത്തുമ്പോൾ തീറ്റയുടെ വാല്യൂ എത്ര? 90 അല്ലേ? അപ്പോൾ ഇവിടെ 90ന്റെ പകുതി sin 45 ഡിവൈഡഡ് ബൈ t/4. ശരിയല്ലേ? യെസ്. ഇനി നമുക്ക് എന്ത് ചെയ്യണോടാ? അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 മുതൽ എന്ത് ചെയ്തു? t/2 വരെ എത്തി. 0 മുതൽ t/2 വരെ ഇയാൾ എന്ത് ചെയ്തു? ട്രാവൽ ചെയ്തു. ആ ഒരു സമയത്ത് ഇതുപോലെ സ്പീഡ് വെലോസിറ്റി കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടെ നിന്ന് ഇവിടെ വരെ എത്തി അല്ലേ? സ്പീഡ് എന്തായിരിക്കും? ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കുക? ഇതാണ് ഫോർമുല. r ഇൻറ്റു ഇവിടെ വരെ എത്തിയില്ലേ? ഇവിടെ നിന്ന് ഇവിടെ വരെ എത്തി. അപ്പോൾ ഇത് എത്രയായിരിക്കും? ആംഗിൾ എത്രയായിരിക്കും? ആംഗിൾ റേഡിയനിൽ പറയുമ്പോൾ ആംഗിൾ എത്രയായിരിക്കും? ഇവിടെ ഫസ്റ്റ് കേസിൽ നമുക്ക് ഇവിടെ ആംഗിൾ π/4 ആണോ? π/2 അല്ലേ? ഫസ്റ്റത്തേൽ ആംഗിൾ 90 അല്ലേ? ആ കൺവേർഷൻ നിങ്ങൾക്ക് അറിയാമെന്നിരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 ഡിഗ്രി ഈക്വൽ ടു അല്ലേ? 1 ഡിഗ്രി ഈക്വൽ ടു ഇങ്ങനെ ഓർമ്മയുണ്ടോ നമുക്ക്? 180 ഡിഗ്രി ഈക്വൽ ടു π റേഡിയൻ, 1 ഡിഗ്രി ഈക്വൽ ടു π/180 റേഡിയൻ. ഓക്കെ. അപ്പം 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 90 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 × π/180 റേഡിയൻ. ഓക്കെ. അപ്പോൾ ഇത് എത്രയാണ്? 90 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ π/2 റേഡിയൻ ആണ്. ഇവിടെ നിങ്ങൾ എന്താ? π/2 ആണ് എഴുതേണ്ടത് അല്ലേ? ശരി. ഇനി ഇവിടെ എത്തുമ്പോഴോ? ഇവിടെ നിന്ന് ഇവിടെ വരെ എത്തി. r ഇൻറ്റു തീറ്റയുടെ വാല്യൂ റേഡിയനിൽ എത്ര എഴുതുക? π എന്നാണ് കിട്ടുക. r ഇൻറ്റു π. ദെൻ ഡിവൈഡഡ് ബൈ ടൈം എത്ര? t/2. ശരിയല്ലേ? ഇനി ഇവിടെ നിന്ന് ഇവിടെ വരെ എത്തിയപ്പോൾ ആവറേജ് വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ളപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാ? ഇത് r ആണ്, ഇത് r ആണ് അല്ലേ? അപ്പോൾ r + r 2r ഡിവൈഡഡ് ബൈ ടൈം എത്രയാടാ? t/2. ക്ലിയർ? ശരി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? 0 മുതൽ 3t/4 വരെ ട്രാവൽ ചെയ്തു. അപ്പോൾ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കണം. എങ്ങനെയാ? ഇവിടെ നിന്ന് ഇവിടെ വരെ ട്രാവൽ ചെയ്തു. ഓക്കെ. ആവറേജ് സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കുക? ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് r തീറ്റ. r ഇൻറ്റു ഇവിടെ നിന്ന് ഇവിടെ വരെ ട്രാവൽ ചെയ്തപ്പോൾ എത്ര ആംഗിൾ തിരിഞ്ഞടാ? എത്ര ആംഗിൾ തിരിഞ്ഞു? 270. അതായത് ഇത് ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. റേഡിയനിൽ 270 ഡിഗ്രി എന്ന് പറയുമ്പോൾ 3π/4. ഓക്കെ. r ഇൻറ്റു 3π/4 ട്രാവൽ ചെയ്തു. ശരി. ദെൻ ഡിവൈഡഡ് ബൈ എടുത്ത ടൈം എത്രയാ? 3t/4. ഓക്കെ. ക്ലിയർ? ഇനി ഇവിടെ നിന്ന് ഇവിടെ വരെ എത്തിയപ്പോൾ ആവറേജ് വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ നിന്ന് ഇവിടെ വരെ എത്തിയപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാ? ഈ ദൂരമാണ് അല്ലേ? ഈ ദൂരം. യെസ് ഓർ നോ? ഈ ദൂരം അല്ലേ? സോ എങ്ങനെ കണ്ടുപിടിക്കാം? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 2 × r ഇൻറ്റു ഇവിടെ നിന്ന് തിരിഞ്ഞ് ഇവിടെ വരെ എത്തി അല്ലേ? അപ്പോൾ എത്ര ആംഗിൾ കവർ ചെയ്തടാ? 270. അപ്പോൾ സൈൻ ഓഫ് 270/2 അല്ലേ? ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയുന്നത് 3t/4. ശരിയല്ലേ? അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ? ഓരോ സിറ്റുവേഷനിലെയും ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും കണ്ടുപിടിക്കാം. ഇവിടെ ഓരോ സിറ്റുവേഷനിലെ ആവറേജ് സ്പീഡ് ആവറേജ് വെലോസിറ്റി ഡിഫറെൻ്റ് ആണ്. കാരണം എന്താ? സർക്കുലാർ മോഷൻ ആണ്. അപ്പോൾ ഡയറക്ഷൻ ഓഫ് മോഷൻ കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ക്ലിയർ? ഓക്കെ. യെസ്. അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകണോ? വേണ്ട, ഇത്രയും മതി. ഓക്കെ. സോ നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആൻഡ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.